വിശദമായ വാർത്തയിലേക്ക് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒളിമ്പിക് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ ഇല്ല. അന്താരാഷ്ട്ര കായിക കോടതി വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിയതായാണ് സൂചന. വിശദാംശങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ആന്റണി ചേരുന്നു. ആന്റണി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശ നൽകുന്ന ഒരു തീരുമാനമാണ് അന്താരാഷ്ട്ര കായിക കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തെല്ലാമാണ് ഈ വാർത്ത സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടേത്. അതായത് ഈ ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ വേണം, അല്ലെങ്കിൽ അത് പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ ഇപ്പോൾ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് കാരണത്താലാണ് തള്ളിയത് എന്നുള്ള കാര്യങ്ങളടക്കം ഒരു വിശദമായ ഉത്തരവ് വരേണ്ടതുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇത് അനുവദിക്കാനാകില്ല, ഈ അപ്പീൽ അനുവദിക്കാനാകില്ല എന്നുള്ള കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. ഏതായാലും വലിയ നിരാശ നമുക്കറിയാം. ഫൈനലിൽ ഒരു സ്വർണ്ണ പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് വിനേഷ് ഫോഗട്ട് മത്സരിക്കാൻ ഇരുന്നത്. അപ്പോഴാണ് വലിയ ഒരു തിരിച്ചടിയായി വിനേഷ് ഫോഗട്ടിന് അയോഗ്യത വരുന്നത്. 100 ഗ്രാം 50 കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിക്കാനിരുന്നത്. പക്ഷേ 100 ഗ്രാം കൂടി എന്നുള്ള ഒരു കാരണത്താൽ അന്ന് ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കപ്പെടുകയാണ് വിനേഷ് ഫോഗട്ട് ചെയ്തത്. അതോടുകൂടി രാജ്യം വലിയ നിരാശയിലേക്ക് പോയിരുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷ ഈ അപ്പീലിലായിരുന്നു. തർക്കപരിഹാര കോടതി ഒരുപക്ഷെ വെള്ളി മെഡലെങ്കിലും അനുവദിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസവും ആ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അത് വെള്ളിയാഴ്ച രാത്രി 9:30 വിധി പറയാനാണ് നിശ്ചയിച്ചിരുന്നത്. ഏതായാലും ഒളിമ്പിക്സിന് മുമ്പ് അക്കാര്യത്തിൽ സമാപനത്തിന് മുമ്പ് വിധി ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതിനുശേഷം ശനിയാഴ്ച ഈ കേസ് പരിഗണിച്ചു. പിന്നീട് ചൊവ്വാഴ്ചത്തേക്ക് അത് മാറ്റി. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച പരിഗണിച്ച ഘട്ടത്തിലാണ് വെള്ളിയാഴ്ച വിധി പറയാമെന്നുള്ളൊരു കാര്യം കോടതി പറഞ്ഞത്. ഏതായാലും അതിനു മുൻപ് തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഇതിൽ ഈ വെള്ളി മെഡൽ പങ്കിടണമെന്ന വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നു. നിലവിൽ വീണ്ടും അപ്പീൽ നൽകാനുള്ള അവസരം വിനേഷ് ഫോഗട്ടിന് ഉണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും കോടതിയുടെ വിശദമായ ഉത്തരവ് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ആ ഉത്തരവ് വരുമ്പോൾ മാത്രമായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ അപ്പീൽ തള്ളിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരികയുള്ളൂ. നേരത്തെ വിദഗ്ധരടക്കം ഈ മേഖലയും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞിരുന്നു, ഇക്കാര്യത്തിൽ ഈ നിയമങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടക്കം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ച് മാത്രമേ ഈ അയോഗ്യത അടക്കമുള്ള കാര്യങ്ങളിൽ, അതിൽ ഇളവ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകൂ എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ അവസാന പ്രതീക്ഷയും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് വീണ്ടും ഒരു നിരാശ വന്നിരിക്കുന്നു. വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ നൽകാൻ കഴിയില്ല എന്നുള്ള ഉത്തരവ്, ആ അപ്പീൽ, വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ ഇപ്പോൾ അന്താരാഷ്ട്ര കായിക കോടതി തള്ളിയിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ അന്താരാഷ്ട്ര കായിക കോടതി തള്ളിയിരിക്കുകയാണ്. ഈ വാർത്ത സംബന്ധമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ തള്ളിയതായിട്ടുള്ള ഉത്തരവ്, വിശദമായ ഉത്തരവ് പിന്നീടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള കോടതിയുടെ ഉത്തരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ആന്റണി നൽകിയത്.